ഒരു ചെയ്ത് നിനക്ക് എന്താ എന്റെ ചിന്തിക്കും എന്താ ഒരു സമ്മാനം നിനക്ക് അങ്ങനെ ഒരു വിഷമമാണ് എനിക്ക്. എന്നാൽ ഞാൻ നിന്റെ ചോദിച്ചാൽ കൂടെയാണ് എന്നെ എടുത്തിട്ടുണ്ട്. ഓ കുഴപ്പമൊന്നുമില്ല കോട്ടാ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മോഷണം നടത്തി കള്ളൻ മുങ്ങിയാൽ സാധാരണയായി എന്തായിരിക്കും ചെയ്യുന്നത്? പോലീസിനെ അറിയിക്കും, കള്ളനെ പിടികൂടും, ഇതൊക്കെയല്ലേ. എന്നാൽ കടയിൽ കയറി മോഷ്ടിച്ച കള്ളനെ വീട്ടിൽ പോയി പൊക്കി പൊന്നാട അണിയിച്ച് ആദരിച്ചിരിക്കുകയാണ് ഒരു കടയുടമ. മീശമാധവൻ പുരസ്കാരം നൽകിയാണ് കള്ളനെ കടയുടമ ആദരിച്ചത്. അത്യപൂർവമായ ഈ ആദരിക്കൽ നടന്നത് തിരുവനന്തപുരത്താണ്. എന്തായാലും ഈ സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വൈറലാണ്. തിരുവനന്തപുരം കടയ്ക്കാവൂർ ആദിത്യ ബേക്കറി ആൻഡ് ഫാസ്റ്റ് ഫുഡിലെത്തിയ കള്ളൻ 500 രൂപയോളം വില വരുന്ന സാധനം അടിച്ചുമാറ്റി മുങ്ങി. വളരെ വിദഗ്ധമായാണ് മോഷണം നടത്തിയതെങ്കിലും ആളെ CCTV കുടുക്കി. പിന്നാലെ കടയുടമയായ അനീഷും ഭാര്യ ശുഭയും വളരെ കഷ്ടപ്പെട്ട് വർക്കല നെടുങ്ങാണ്ടത്തുള്ള കള്ളന്റെ വീട് കണ്ടുപിടിച്ചു. ഉടൻ തന്നെ പോയി ഒരു പൊന്നാടയും വാങ്ങി മോഷണ ഫോട്ടോ പതിപ്പിച്ച മീശമാധവൻ പുരസ്കാരവും നിർമ്മിച്ചു. എന്നിട്ട് നേരെ കള്ളന്റെ വീട്ടിലേക്ക്. ബേക്കറി ഉടമയെ വീട്ടുമുറ്റത്ത് കണ്ട കള്ളൻ ഞെട്ടി. വിളിച്ചിറക്കി പൊന്നാടയും അണിയിച്ച് മീശമാധവൻ 2025 പുരസ്കാരവും സമ്മാനിച്ചു. ചിരിച്ചുകൊണ്ടാണ് കള്ളൻ പുരസ്കാരം വാങ്ങിയത് എന്നതാണ് ഏറെ രസകരം. ഈ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. കള്ളന്റെ നിസ്സഹായാവസ്ഥ കണ്ട ചിലർ 500 രൂപയല്ലേ ഉള്ളൂ, ഇത്രയും വേണ്ടായിരുന്നു, ഒരു തവണത്തേക്ക് ക്ഷമിക്കാമായിരുന്നു എന്നൊക്കെ കമന്റ് ചെയ്യുന്നുമുണ്ട്. അതിന് മറുപടി അനീഷ് തന്നെ പറയുന്നുണ്ട്. ലോൺ എടുത്താണ് താൻ ഈ സ്ഥാപനം തുടങ്ങിയത്. 500 രൂപയുടെ ഒരു സാധനം വിറ്റാൽ ലാഭം കിട്ടുന്നത് 5-10 രൂപയാണ്. 500 രൂപയുടെ ഒരു സാധനം മോഷണം പോയാൽ ആ സ്റ്റോക്ക് മുഴുവൻ വിറ്റാലും ആ നഷ്ടം നികരില്ലെന്നാണ് അനീഷിന്റെ വാദം. എത്ര രൂപയുടെ സാധനമായാലും മോഷണം തന്നെയാണ്. അങ്ങനെയുള്ളവരെ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത്.